ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞാൽ ജെൻഡർ പ്രശ്നമാണല്ലോ. ആണ് പെൺ അല്ലാത്തത് എന്ന വിഷയമാണ് ഇവിടുത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇസ്ലാം അതിൽ വളരെ കൃത്യമായി പറയുന്ന കാര്യം, ഖുർആൻ വളരെ ഖണ്ഡിതമായി പറയുന്ന കാര്യം, മനുഷ്യരെ കുറിച്ചും അവരുടെ വ്യവസ്ഥിതിയെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ വമാ ഖലഖ ദക്കറ വൽ ഉൻസ സൂറത്തുൽ ലൈലിൽ പരാമർശിക്കണ്ടായി. അതുപോലെ തന്നെ ഫജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ എന്ന് സൂറത്തുൽ ഖിയാമയിൽ പരാമർശിക്കുകയുണ്ടായി. വഅന്നഹു ഖലഖ സൗജൈനി ദക്കറ വൽ ഉൻസ, അള്ളാഹു മനുഷ്യരിൽ നിന്ന് ഇണകളായി അഥവാ ഉണ്ടാക്കിയിട്ടുള്ള വിഭാഗങ്ങളായി പുരുഷൻ സ്ത്രീ എന്നത് മാത്രമേ ഉള്ള പ്രയോഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ രണ്ട് വിഭാഗങ്ങളായി, രണ്ട് ജെൻഡറായി മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. സൃഷ്ടാവ് അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളൂ. അത് ഖുർആൻ വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിലൊരു സംശയവും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം ഖുർആൻ വളരെ സ്പെസിഫിക് ആയി വളരെ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. മനുഷ്യൻ അതാണ് പെണ്ണ് എന്നിങ്ങനെ മാത്രമേ ഉള്ളൂ. ഇപ്പോ സന്താന സൗഭാഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് യുസവ്വിജുഹും ദുക്റാനൻ എന്ന് ആണും പെണ്ണുമായി ഇടകലർന്ന്, ചിലപ്പോൾ ചിലവർക്ക് ആണുങ്ങൾ മാത്രം, ചില പെൺകുട്ടികളെ മാത്രം, ചിലപ്പോൾ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഇടകലർന്ന് എന്ന് പറഞ്ഞാൽ ആൺകുട്ടി പെൺകുട്ടിയൊക്കെ സന്താനങ്ങളായി കിട്ടുന്ന രൂപത്തിലൊക്കെ കൊടുക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രസ്താവിച്ചെടുത്ത് അള്ളാഹു സൃഷ്ടിച്ചത് ജെൻഡർ വൈസ് ആണ് പെണ്ണ് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ് എന്നത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി അതിലെ അബ്നോർമാലിറ്റികൾ ഇവിടെ ഹിലാൽ ഡിസ്കസ് ചെയ്തതുപോലെ ഇന്റർസെക്സ് വിഭാഗങ്ങളിലായാലും ഇപ്പൊ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളിലായാലും ഒരു ജെന്യൂൻ അബ്നോർമാലിറ്റി ഫീൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം. അത് നമ്മൾ ഒരിക്കലും തള്ളിക്കളയണമെന്നില്ല, അത് പാടെ നിഷേധിക്കണമെന്നില്ല. അതിന് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഒരിക്കലുമില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഉണ്ടാകാം, ഉള്ള ജെന്യൂൻ കേസുകൾ ഉണ്ടാകാം. അപ്പൊ അങ്ങനെ വന്നാൽ എന്താണ് അവരുടെ വിശേഷം? അപ്പൊ ഇന്റർസെക്സ് ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കർമ്മശാസ്ത്രത്തിൽ വളരെ സ്പെസിഫിക് ആയി എന്തുണ്ട്, അവരെ അക്കോമഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട്. അഥവാ എന്തല്ല, അത് ഒരു മൂന്നാം ലിംഗമായി കണക്കൂട്ടാനല്ല, മറിച്ച് അങ്ങനെ ഒന്നില്ല. അവർ അവരുടെ കൂടുതൽ സ്വഭാവവും അവരുടെ സൗകര്യത്തെയും പരിഗണിച്ച് അവരെ ആണെന്നോ പെണ്ണെന്നോ അവരെ വിശേഷിപ്പിക്കുന്ന പദം മുഖന്നസ് ഉൻസ, അങ്ങനെ ഒരു പദം. അതെ, ഹുൻസ എന്നാണ് പ്രയോഗിക്കുക. ഹുൻസ ഈ രൂപത്തിലുള്ള ഇടകലർന്ന സ്വഭാവത്തിലേക്ക് വരുമ്പോൾ ഹുൻസ എന്നാണ് കർമ്മശാസ്ത്രത്തിലൊക്കെ നമ്മൾ കാണാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ LGBT മൂവ്മെന്റുകാര് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന്റെ എത്രയോ മുമ്പ് ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങളിൽ പരാമർശം വന്നുപോയിട്ടുള്ള ഒന്നാണത്. ഇപ്പൊ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ പ്രത്യേകതയാണത് ഈ അക്കോമഡേറ്റ്. അപ്പൊ ഇത് ഇങ്ങനെ ഇപ്പൊ മനുഷ്യന്റെ ജന്മപരമായി വരാവുന്ന ഇത്തരം അബ്നോർമാലിറ്റികളൊക്കെ മനുഷ്യൻ ജനിച്ചു കൊടുക്കുന്ന കാലം മുതൽ ഉണ്ടാകുമല്ലോ. അത് കുറച്ചുകൂടെ ക്ലോസ് വാച്ച് ചെയ്ത് അതിനെ അതിനെ ഡിക്ലെയർ ചെയ്യാനൊക്കെ നമുക്ക് കൂടുതൽ സൗകര്യം വരുമ്പോൾ ഉണ്ടാകും എന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലും ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ഒറ്റപ്പെട്ട സംഭവങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ട്രീറ്റ് ചെയ്ത രീതികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. അതൊക്കെ ജെന്യൂൻ ആയ അത്തരം കേസുകൾ എങ്ങനെ വർത്തിക്കണം എന്നതിനെ കുറിച്ച് അതിപ്പോ നമ്മളൊരു വിശാലമായി പറയേണ്ടതല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു പോകേണ്ടതില്ല എന്ന് തോന്നുന്നു. പക്ഷെ അവരെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ കർമ്മശാസ്ത്രത്തിലാണെങ്കിലും ഒക്കെ അവരെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ രണ്ടാമത്തെ കാര്യം അതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, തോന്നലിനനുസരിച്ച്, കേവല തോന്നലിനനുസരിച്ച് മനുഷ്യൻ പെരുമാറുക എന്ന് പറയുന്നത് ഇപ്പൊ തബ്ദീലു ഖൽഖില്ല, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്നത് ഗുരുതരമായ തിന്മയായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് പിശാച് നമ്മളെ ഏതൊക്കെ നിലക്ക് നമ്മളെ വക്രീകരിക്കാനും നമ്മളെ വശീകരിക്കാനും ഒക്കെ ശ്രമിക്കുമെന്ന് പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. അവൻ പിശാച് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവൻ എന്താക്കും, മനുഷ്യരെ അള്ളാഹു അവരെ സൃഷ്ടിച്ച രൂപങ്ങളിൽ നിന്ന് ഭാവമാറ്റം വരുത്താൻ വേണ്ടി അവർ പരിശ്രമിക്കും. അത് സംഭവിക്കുന്നതോടുകൂടെ അവൻ അള്ളാഹുവിന് കീഴ്പ്പെടാത്ത രൂപത്തിലേക്ക് അവന്റെ മനസ്ഥിതിയെ കൊണ്ടുപോകാനും പറ്റും.